ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളും കീർത്തനങ്ങളും ആലപിക്കുന്നതിലുപരി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ സുനിൽ പി ഇളയിടം പറഞ്ഞു. ഗുരുവിന്റെ വിശ്വമാനവികതയെ ആസ്പദമാക്കി കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയും ആർട്സ് ഓഫ് കളരിപ്പറമ്പും സംയുക്തമായി സംഘടിപ്പിച്ച സോദരത്വേന പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സാമൂഹിക ആശയം എന്ന നിലയിൽ വലിയ തോതിലേക്ക് ലോകം സാഹോദര്യം എന്ന മൂല്യത്തിലേക്ക് ഇന്ത്യയിലൊന്നും കാര്യമായി പ്രവേശിച്ചിട്ടേയില്ല. ഫ്രഞ്ച് വിപ്ലവം ആ മുദ്രാവാക്യം ഉയർത്തിയെങ്കിലും ആ മുദ്രാവാക്യം ഒരു സാമൂഹിക ഫലമുളവാക്കി തുടങ്ങിയത് പിന്നീട് വേറെ കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് ഇന്ത്യയിൽ ഒരു സോദരത്വേന എന്ന ഒരാശയം മുമ്പോട്ട് വയ്ക്കുകയും ഒരു സാമൂഹ്യ ഭാവനയുടെ സാമൂഹികതയുടെ അടിസ്ഥാന തത്വം എന്ന നിലയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം ഒരുപക്ഷെ പിന്നീട് നമുക്ക് കാണാൻ കഴിയുക ഇന്ത്യയിലെ ജാതിവിരുദ്ധ മുന്നേറ്റത്തിൻ്റെ എക്കാലത്തെയും വലിയ കേന്ദ്രമായിരുന്ന അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ചർച്ചയ്ക്ക് വയ്ക്കുന്ന സമയത്ത് ഭരണഘടനാ അസംബ്ലിയുടെ അവസാന ഘട്ടത്തിലാണ് ആമുഖം ചർച്ചയ്ക്ക് എടുക്കുന്നത്. വാസ്തവത്തിൽ ഭരണഘടനയുടെ തുടക്കമാണ് അതിൻ്റെ പ്രിയാമ്പിളെങ്കിലും ഭരണഘടനാ അസംബ്ലി ഏറ്റവും ഒടുവിലാണ് അത് ചർച്ച ചെയ്യുന്നത്. 1949 ഒക്ടോബറോടെയാണ് അതിൻ്റെ ചർച്ചയിലേക്ക് കടക്കുന്നത്. നവംബർ സുധീഷ് അമ്മവീട് അധ്യക്ഷനായി. ഷൗക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് പി വി സജിത, സെക്രട്ടറി MS ദിലീപ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേഷ് ബാബു, നേതൃസമിതി കൺവീനർ ശ്രീനിവാസൻ അയിനപ്പുള്ളി, TA ഇക്ബാൽ, PM സിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു.